നമ്മൾ എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ തിരിച്ചതിലേക്ക് പോകേണ്ടി വരില്ല എന്ന് വിശ്വസിക്കരുത്. എപ്പോഴും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. PYQs ചെയ്യുക. PYQ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരിക്കലും എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ചെയ്യാൻ നല്ല സമയം ഉണ്ടാകും. ഐഫോണിന് ഒരു വലിയ 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 റോളുണ്ട്. അതൊക്കെ എങ്ങനെയാ പറഞ്ഞ് ഫലിപ്പിക്കണം അറിയാൻ പറ്റുന്ന റോളാണ്. പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല, എൻ്റെ മെന്റർ ആദില മാം ആയിരുന്നു. മാം തന്നെ ഒരു തുടങ്ങിയിരുന്നു. മാം എനിക്കൊരു ജൂലൈ ഓർ ഓഗസ്റ്റ് ടൈമിൽ, അതിന് മുന്നേ ആവാം, മാം ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ദിവസവും ഒരു 5 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അയക്കും. എന്നിട്ട് നമ്മൾ അതിൻ്റെ ആൻസർ മാമിന് അയക്കണം. ആ ഒരു സമയത്ത് നമ്മൾ തന്നെ നമുക്ക് അറിയുമെന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും സൈക്കോളജി നമുക്ക് തെറ്റുമെന്ന് നമ്മൾ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ആ ഒരു ക്വസ്റ്റ്യൻസ് ആയാലും മാമിന് ഒരു ഈവനിങ് ഒരു 6:30, 7 ആകുമ്പോഴത്തേക്ക് മാമിന് ഒരു ഏതെങ്കിലും പേപ്പർ 1 ടോപ്പിക്കായാലും പേപ്പർ 2 ടോപ്പിക്കായാലും അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിനായാലും മാം അതിനായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി നമുക്ക് അയച്ചു തരുമായിരുന്നു ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊക്കെ വളരെ 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 ഹെൽപ്ഫുൾ ആയിരുന്നു. സോ ഐഫറിന് ഒരു വലിയ 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 റോളുണ്ട്. അതെനിക്ക് എങ്ങനെയാ പറഞ്ഞ് ഫലിപ്പിക്കണം അറിയാൻ പറ്റാത്ത റോളാണത്. ഓക്കെ ദുർഗ, ഫൈനൽ ക്വസ്റ്റ്യൻ. എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന മൾട്ടിപ്പിൾ സെറ്റ് ബാക്കുകളുള്ള ഈ എക്സാം ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഡൗട്ടൊക്കെ വരുന്ന ആളുകളോട് ആസ് എ ഫൈനൽ ബീങ് എ JRF ദുർഗ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എഫേർട്ട് എടുക്കുക. നമുക്ക് പിന്നീട് തിരിഞ്ഞാലോചിക്കുമ്പോൾ അയ്യോ എനിക്കത് ചെയ്യായിരുന്നു, അയ്യോ എനിക്കത് ചെയ്യായിരുന്നു എന്ന രീതിയിൽ തോന്നാത്ത രീതിയിൽ നമ്മളെ കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റില്ല ചെയ്യാം. നമ്മുടെ സിറ്റുവേഷൻസ്, നമ്മുടെ സെറ്റ് ബാക്സ് ഒക്കെ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യാൻ ഞാൻ ഇത്രയും ഒക്കെ ചെയ്യും, അത്രയും ചെയ്തെടുക്കുക. മാക്സിമം നിങ്ങളുടെ എഫേർട്ട് ഇടുക. ബാക്കിയുള്ളതൊക്കെ ഈ ഒരു ലക്കിൻ്റെ എലമെൻ്റ് ആണ്. നമ്മൾക്ക് തിരിച്ച് നോക്കുമ്പോൾ റിഗ്രറ്റ് തോന്നാത്ത രീതിയിൽ മാക്സിമം എഫേർട്ട് എടുക്കുക. PYQs ചെയ്യുക. PYQ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരിക്കലും എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് PYQ ചെയ്യാമെന്ന് നല്ലൊരു സമയം ഉണ്ടാവില്ല. PYQs വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PYQs ചെയ്യുക. പരമാവധി ബേസിക് കോൺസെപ്റ്റ്, സൈക്കോളജിയിലാണെങ്കിൽ പരമാവധി ബേസിക് കോൺസെപ്റ്റ്സ്, തിയറീസ് അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് വയ്ക്കുക. ഞാൻ ഒരു ബേസിക്കലി ഒരു A4 size പേപ്പറിൽ ഡിഫറെൻറ്റ് തിയറീസും അതിൻ്റെ പ്രൊപ്പോണൻസും അതിൻ്റെ ഇയറും, കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയത് കാരണം അതൊക്കെ എഴുതി വെച്ചിട്ട് അങ്ങനെ ഒരു ബേസിക് ആയിട്ടുള്ള റിവിഷൻ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ തിരിച്ചതിലേക്ക് പോകേണ്ടി വരില്ല എന്ന് വിശ്വസിക്കരുത്. എപ്പോഴും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് കൺസിസ്റ്റൻസി പെർഫെക്റ്റ് ആകുന്നു, പെർഫെക്റ്റ്ലി കൺസിസ്റ്റൻ്റ് ആവാൻ ശ്രമിക്കും. അതാവും എൻ്റെ ഒരു സൈഡിൽ നിന്നുള്ളത്.